നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 5. 1985 ഇതുപോലൊരു ഫെബ്രുവരി 5 പോർച്ചുഗലിന്റെ ഭാഗമായ, എന്നാൽ പോർച്ചുഗലിന്റെ മെയിൻലാൻഡിൽ നിന്ന് വിട്ട് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന മെദീര ദ്വീപിൽ അവൻ ജന്മമെടുക്കുന്നത്. പിന്നീട് ഫുട്ബോൾ ലോകത്തെ പിടിച്ചു കുലുക്കി ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമായി, അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോൾ അടിക്കുന്ന താരമായി, അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിക്കുന്ന താരമായി, അങ്ങനെ ഫുട്ബോൾ ചരിത്രത്തിൽ ഉയരങ്ങളിലേക്ക് കടന്നുപോയ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിച്ച ദിവസമാണിന്ന്. ഇന്ന് അദ്ദേഹത്തിന് 39 വയസ്സ് തികയുകയാണ്. ഇപ്പോഴും വിജയദാഹം അടങ്ങാതെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന സൂപ്പർ താരം. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും വെട്ടിത്തിളങ്ങി നിന്ന കാലം റയൽ മാഡ്രിഡിൽ കളിച്ച കാലമാണ്. ആദ്യം പോർച്ചുഗീസ് ക്ലബിലൂടെ സ്പോർട്ടിംഗ് സിപിയിലൂടെ കടന്നു വന്നു. അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയി. അവിടെയും അദ്ദേഹം നേട്ടങ്ങൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടാണ് റയൽ മാഡ്രിഡിലേക്ക് പോയത്. അവിടെ ഗോൾ അടിച്ചങ്ങ് തിമിർത്തു, ഒരു പിടി കിരീടങ്ങൾ സ്വന്തമാക്കി. പിന്നീട് യുവന്റസിലേക്ക് പോയിട്ട് അവിടെയും 100 ഗോളുകൾ അദ്ദേഹം നേടുകയുണ്ടായി. ഒടുവിൽ കുറച്ചു കാലം വീണ്ടും തന്റെ പഴയ ക്ലബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ. അതിനുശേഷം യൂറോപ്പ് മുഴുവൻ താൻ കീഴടക്കി കഴിഞ്ഞു. ഇനി ഏഷ്യയിലേക്ക് എത്തുകയാണ് എന്ന് പ്രഖ്യാപിച്ച് ക്രിസ്ത്യാനോ ഏഷ്യയിലേക്ക് വരികയും ഇപ്പോ അൽ നസറിന് വേണ്ടി ഗോൾ അടിച്ച് തിമിർത്ത് പോയ വർഷം ഏറ്റവും അധികം ഗോൾ നേടിയ താരമായിട്ട് മാറി. ഗ്ലോബ് സോക്കർ അവാർഡും മറഡോണ അവാർഡും ഒക്കെ സ്വന്തമാക്കി മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 39 വയസ്സിലും 19ന്റെ ചെറുപ്പത്തിലാണ് ക്രിസ്ത്യാനോ കളിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുടെ കണക്കെടുത്താൽ അതങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. സ്പോർട്ടിംഗ് സിപിയിൽ വെച്ച് തന്നെ അദ്ദേഹം സൂപ്പർ ടാക്ക കാൻഡിഡോ ഡി ഒലിവേര നേടിയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വെച്ച് പ്രീമിയർ ലീഗ് 2006, 2007, 2007, 2008, 2008, 2009 3 സീസണുകളിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. FA കപ്പ് 1 തവണ മുത്തമിട്ടിട്ടുണ്ട്. ഫുട്ബോൾ ലീഗ് കപ്പ് അദ്ദേഹം 2 തവണ നേടുകയുണ്ടായി. FA കമ്മ്യൂണിറ്റി ഷീൽഡ് 1 തവണ, യുവേഫ ചാമ്പ്യൻസ് ലീഗ് യുണൈറ്റഡിൽ വെച്ച് 1 തവണ, ക്ലബ്ബ് വേൾഡ് കപ്പ് യുണൈറ്റഡിൽ വെച്ച് 1 തവണ. പിന്നെ റയലിലാണ് കിരീടങ്ങൾ വാരിക്കൂട്ടിയത്. ലാലിഗ 2011, 12, 2016, 17 2 തവണ നേടി. കോപ്പ ഡെൽറെ 2 തവണ നേടി. സൂപ്പർ കോപ്പ ഡി എസ്പാന 2 തവണ നേടി. യുവേഫ ചാമ്പ്യൻസ് ലീഗ് റയലിൽ വെച്ചും 4 തവണ. അങ്ങനെ ആകെ 5 തവണ UCL കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. സൂപ്പർ കപ്പ് റയലിൽ വെച്ച് 2 തവണ, ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് റയലിൽ വെച്ച് 2 തവണ. യുവന്റസിലേക്ക് പോയിട്ട് അവിടെ സീരിയ കിരീടങ്ങൾ 2 തവണ നേടുകയുണ്ടായി. കോപ്പ ഇറ്റാലി 1 തവണ നേടുകയുണ്ടായി. സൂപ്പർ കോപ്പ ഇറ്റാലിയാന 2 തവണ നേടുകയുണ്ടായി. അൽ നസറിൽ പോയിട്ട് അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിൽ മുത്തമിട്ടു. പോർച്ചുഗൽ ദേശീയ ടീമിനോടൊപ്പം 2 അന്താരാഷ്ട്ര കിരീടങ്ങൾ, അതായത് യൂറോ കപ്പ് 2016 നേടി. യുവേഫ നേഷൻസ് ലീഗ് 2018-19 സീസണിൽ നേടി. പിന്നെ ഇൻഡിവിജ്വൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പിടിയുണ്ട്. അതിലേക്ക് കടന്നാൽ ഇപ്പോഴൊന്നും ഇത് പറഞ്ഞ് അവസാനിക്കില്ല. 5 ബാലൻ ഡിയോർ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് എന്നും ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഇനിയും നേട്ടങ്ങൾ ലക്ഷ്യം വെച്ച് ക്രിസ്ത്യാനോ മുന്നോട്ട് പോവുകയാണ്. ഇത്തവണ അൽ നസറിനോടൊപ്പം AFC ചാമ്പ്യൻസ് ലീഗ് അടക്കം അദ്ദേഹം നേടാൻ ആഗ്രഹിക്കുന്നു. അതായത് മിസ്റ്റർ UCL എന്ന് പേര് കേട്ട ക്രിസ്ത്യാനോ ACLിലും മുത്തമിടാൻ ഒരുങ്ങിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ യൂറോ കപ്പ് പോർച്ചുഗൽ നേടുമോ? അതിനു വേണ്ടിയിട്ട് എന്തായാലും ക്വാളിഫയർ റൗണ്ടിൽ മികച്ച പ്രകടനം നടത്തി പോർച്ചുഗലിന്റെ ടോപ്പ് സ്കോററായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു കളി പോലും തോൽക്കാതെ പോർച്ചുഗല് യൂറോ കപ്പിന് യോഗ്യത ഉറപ്പാക്കി വരുന്നത്. ജർമ്മനിയില് വീണ്ടും ആ കിരീടത്തിൽ ക്രിസ്ത്യാനോ മുത്തമിടുമോ? കാത്തിരിക്കാം. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ 39ാം ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ലെജൻഡ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.